നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. CAA അഥവാ പൗരത്വ ഭേദഗതി നിയമം, അതാണല്ലോ ഇവിടുത്തെ ചർച്ചാ വിഷയം. അപ്പോൾ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കൂട്ടരെ പിന്നെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ചില സംഗതികളുണ്ട്. അതായത് ഇന്ത്യ മുസ്ലിങ്ങൾക്ക് പൗരത്വം നൽകില്ല എന്നതാണ് അതിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. എന്നാൽ ഒരു പത്രവാർത്ത നിങ്ങളെ ഞാൻ കാണിക്കാൻ പോവുകയാണ്. നോക്കൂ, ഇന്ത്യൻ പൗരയായി എന്നതാണ് അതിൻ്റെ തലവാചകം തന്നെ. ആ ചിത്രം നോക്കിയാൽ നിങ്ങൾക്കറിയാം, തട്ടമൊക്കെ ഇട്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ കൂടെ മറ്റൊരാൾ കൂടി നിൽക്കുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് വന്ന വാർത്തയാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പൗരയായി തൻ്റെ വിലപ്പെട്ട വോട്ട് രേഖപ്പെടുത്താമെന്ന സന്തോഷത്തിലാണ് സറീന കുൽസു. ഇപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതൊരു മുസ്ലിമാണ്. വീട്ടുകാരും അയൽക്കാരും എല്ലാം വോട്ട് ചെയ്യാൻ പോകുമ്പോൾ കൂടെ പോകാൻ പറ്റാത്തതിലുള്ള വിഷമം ഇത്തവണ തീരുകയാണ്. ശ്രീലങ്കക്കാരിയായിരുന്ന സറീന കളക്ടർ VR കൃഷ്ണതേജയിൽ നിന്ന് ബുധനാഴ്ചയാണ് പൗരത്വ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയത്. അപ്പോൾ ആ സംശയത്തിന് ഒരു തീരുമാനമായില്ലേ. മുസ്ലിങ്ങൾക്ക് ഇവിടെ പൗരത്വം കിട്ടും. പക്ഷേ പാകിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവരായിരിക്കരുത്. കാരണം അതൊക്കെ ഓൾറെഡി മുസ്ലിം രാജ്യങ്ങളാണ്. അപ്പോൾ അവിടെയുള്ള മുസ്ലിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അവിടെ അവർ വേട്ടക്കാരും അവിടെ ഇരയാക്കപ്പെടുന്നത് അവിടുത്തെ ന്യൂനപക്ഷമാണ്. അതുകൊണ്ട് അവിടെയുള്ള ന്യൂനപക്ഷത്തിന് വരാം. ഇനി ഇവർ ശ്രീലങ്കക്കാരിയാണ്. ഇന്ത്യൻ പൗരയായി അംഗീകരിക്കപ്പെട്ട ശേഷം അവർ ആദ്യം പോയത് കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിലേക്കാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് വിശദമായിട്ട് വാർത്തയുണ്ട്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഇവർ ഇന്ത്യയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 32 വർഷമായി. 32 വർഷമായിട്ട് ഇന്ത്യയിൽ താമസിക്കുകയാണ്. ഇന്ത്യൻ പൗരയല്ലായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് അവർ ശരിക്കും ഇന്ത്യക്കാരിയായത്, ഇന്ത്യൻ പൗരത്വം കിട്ടിയത്. പലതവണയായിട്ട് അവർ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊന്നും അവർക്കത് ലഭിച്ചിരുന്നില്ല. അപ്പോഴൊക്കെ അവർ വിസ പുതുക്കുകയും മറ്റും കാര്യങ്ങൾ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് 2017 അവർ പൗരത്വത്തിനായി പിന്നെയും അപേക്ഷിച്ചത്. നോക്കൂ, 2017 എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് ഭരിക്കുന്നത്. ആ സമയത്താണ് മുസ്ലിമായിട്ടുള്ള ഈ സ്ത്രീ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കുകയും ഒടുവിൽ അവർക്ക് പൗരത്വം കിട്ടുകയും ചെയ്തത്. അപ്പോൾ ഇവിടെയുള്ള ഇടത് വലത് കുത്തിത്തിരിപ്പുകാർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് പൗരത്വം കിട്ടില്ല എന്ന്. ആ കള്ളം ഇപ്പോൾ പൊളിഞ്ഞ്, ചിത്രം സഹിതവും വാർത്ത സഹിതമാണ് ഞാൻ കാണിക്കുന്നത്. ആ കള്ളം പൊളിഞ്ഞ്. പിന്നെ എവിടെയുള്ള മുസ്ലിങ്ങൾക്കാണ് കിട്ടാത്തത് എന്ന് ചോദിച്ചാൽ അത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ, ആ 3 രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾക്ക് ഇവിടെ പൗരത്വം കിട്ടിയില്ല. അതിന് ചരിത്രപരമായിട്ടുള്ള കാരണമുണ്ട്. അതിന് ആർക്കും ന്യായീകരിക്കുന്ന, അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ മറ്റൊരു വലിയ ഒരു കാരണം കൂടിയുണ്ട്. അത് വളരെ ഏറ്റവും ലളിതമായിട്ട് ഞാൻ പറഞ്ഞാൽ, ഒരുപക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഞാൻ പറയുന്ന രീതിയിൽ പറയണമെന്നില്ല. ഞാൻ പറഞ്ഞാൽ, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ വിഭജിച്ച് വാങ്ങിക്കൊണ്ട് പോയത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എങ്കിൽ അവിടെ നിന്ന് ആളെ തിരിച്ചു വിളിക്കുന്നതും അതേ അടിസ്ഥാനത്തിൽ തന്നെ മതി. ലളിതമല്ലേ? സംഗതി ലളിതമല്ലേ? ഇവിടെ ഒന്നിച്ചു നിന്ന നമ്മളുടെ കയ്യിൽ നിന്ന് വീതം വാങ്ങിയാണ് പോയത്. ഒരു കൂട്ടർക്ക് അവരുടെ മതരാജ്യം വേണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പാകിസ്ഥാനായത് അത് പിന്നീട് ബംഗ്ലാദേശ് ആവുകയാണ് ചെയ്തത്. അങ്ങനെ 2 രാജ്യമായി. അഫ്ഗാനിസ്ഥാൻ നമുക്കറിയാം, അവിടെ താലിബാനാണ് ഭരിക്കുന്നത്. അപ്പോൾ താലിബാൻ്റെ കീഴിലുള്ള മുസ്ലിംസിനെ ഇങ്ങോട്ട് വേണ്ട. ലളിതമാണ് സംഗതി. ഇത്രയേ ഉള്ളൂ സംഗതി. അല്ലാതെ മുസ്ലിമിന് ഇവിടെ പൗരത്വം കിട്ടില്ല എന്നൊന്നുമില്ല. ഇനി സൗദിയിലുള്ള മുസ്ലിമിന് ഇന്ത്യയിലെ പൗരത്വം വേണോ? അപേക്ഷിക്കൂ, കിട്ടും. ഇനി സൗദി ആട്ടെ വേറെയും മുസ്ലിം രാജ്യങ്ങളൊക്കെ കൊണ്ട് അവിടുത്തെ ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം വേണോ? അപേക്ഷിച്ചോളൂ. നിങ്ങൾക്കറിയാമല്ലോ, പാകിസ്ഥാൻകാരനായിട്ടുള്ള ഒരു ഗായകനുണ്ടായിരുന്നു, അഡ്നാൻ സാമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇന്ന് അദ്ദേഹം ഇന്ത്യൻ പൗരനാണ്. അതെങ്ങനെ കിട്ടി? അപ്പോൾ ഈ കള്ളം പറയുന്നവരെ തിരിച്ചറിയുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റേതായിട്ടുള്ള വഴിയുണ്ടായിരുന്നു. അപ്പം അഡ്നാൻ സ്വാമി മുസ്ലിം ആയിരുന്നില്ലേ, പിന്നെ എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. അത് അത്രയേറെ വർഷങ്ങൾ ഇവിടെ കാത്തിരിക്കേണ്ട, ഒരു 10-12 ആണ്. ഇതങ്ങനെയല്ല. ഈ CAA പ്രകാരം 5 വർഷം ഇന്ത്യയിൽ താമസിച്ചാൽ മതി. 5 വർഷത്തിന് ശേഷം അവർ അപേക്ഷിക്കുമ്പോൾ അവർക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടും. അതിൽ പാകിസ്ഥാനിലുള്ള, ബംഗ്ലാദേശിലുള്ള, അഫ്ഗാനിസ്ഥാനിലുള്ള മുസ്ലിം ആയിരിക്കരുതെന്ന് മാത്രം. അവിടെ പീഡിപ്പിക്കപ്പെട്ട ന്യൂനപക്ഷങ്ങളാണെങ്കിൽ അവർക്ക് കിട്ടും. അതേപോലെ തന്നെ ശ്രീലങ്കയിലാണെങ്കിൽ അത് ശ്രീലങ്കയിലെ മുസ്ലിമിനും കിട്ടും. കാരണം ശ്രീലങ്കയിൽ മുസ്ലിം എന്നത് അവിടുത്തെ ന്യൂനപക്ഷമാണ്. ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ തിരിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. തിരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇന്ത്യയിൽ ഇങ്ങനെയാണ്, ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകും. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.